ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള സിമ്മ് നമ്മുടെ പേരിലാണോ, നമ്മുടെ പേരിലല്ല എങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, എങ്ങനെ നമ്മുടെ പേരിൽ നിന്നും വളരെ സിമ്പിളായിക്കൊണ്ട് മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അധിക പേരും മറ്റുള്ളവരുടെ സിം ഉപയോഗിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ പേരിലുള്ള സിം ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു സിമ്മ് കട്ടാവുകയോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണമെങ്കിൽ നമ്മൾ അയാളെ തിരഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും. ചില ആൾക്കാരൊക്കെ വിദേശത്ത് പോകുന്നവരുണ്ട് എങ്കിൽ അവരുടെ പേരിൽ അവർ സിം എടുത്ത് വീട്ടിൽ കൊടുത്തു പോകും. പക്ഷേ വീട്ടിൽ നിന്ന് കട്ടായി കഴിഞ്ഞാൽ അവർക്കത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അയാൾ നാട്ടിലില്ലാത്ത കാരണം കൊണ്ട് തന്നെ ഈ ഒരു സിം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ മറ്റൊരാളുടെ പേരിലുള്ള സിമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തെങ്കിലും വിഷയം കാരണം അയാളുമായിട്ട് പിണങ്ങുകയോ എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഏത് നിമിഷവും ആ ഒരു സിം എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് അയാൾക്ക് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ യാതൊരു സഹായം അതിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് ഏത് സിമ്മാണോ ഉപയോഗിക്കുന്നത്, എയർടെല്ലോ ജിയോയോ വിഐയോ ഏത് സിമ്മായി കഴിഞ്ഞാലും അവർക്ക് അതിൻ്റെ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, മറ്റൊരാളുടെ പേരിലുള്ള സിം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു നമ്പർ ബാങ്കിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്ക് പോലെയുള്ള ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങളിൽ ഈ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് നിമിഷവും ആ ഒരു നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുവാനും നമ്മൾ ഈ ഒരു ലിങ്ക് ചെയ്ത ബാങ്ക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അത് ഓപ്പൺ ചെയ്യുവാനും നമ്മളെ ക്യാഷൊക്കെ എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പേരിലുള്ള സിം മാത്രം നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുക. മറ്റൊരാളുടെ പേരിലുള്ള സിമ്മാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ടോ. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട മറ്റാരുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേരിലുള്ള സിമ്മ് മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ, നമ്മുടെ പേരിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് എളുപ്പ വഴി എന്ന് നോക്കാം. രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, നമുക്ക് ഓഫീസിൽ പോയിക്കൊണ്ട് ആ ഒരു വ്യക്തിയുടെ ആധാർ കാർഡും നമ്മുടെ ആധാർ കാർഡുമായി ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ നമുക്ക് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇതുകൂടാതെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സിം പോർട്ട് ചെയ്യുക എന്നുള്ളത്. സിം പോർട്ട് ചെയ്യുക എന്ന് നമുക്കറിയാം. വിഐയുടെ സിമ്മാണ് എങ്കിൽ നമുക്കത് ജിയോയിലേക്കോ എയർടെല്ലിലേക്കോ BSNLിലേക്കോ മാറാൻ വേണ്ടി സാധിക്കും. അതാണ് എളുപ്പ വഴി. അത് മറ്റാളുടെ പേരിലുള്ള സിമ്മാണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കുന്നത് എങ്കിൽ മറ്റൊരാളുടെ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. ആരാണോ പോർട്ട് ചെയ്യുന്നത് ആ ഒരു വ്യക്തി ആ ഒരു നമ്പറും അതിൻ്റെ UPC കോഡും അതുപോലെ തന്നെ മാറാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആധാർ കാർഡുമായിട്ടാണ് ഇതിൻ്റെ ഓഫീസുമായി കോൺടാക്ട് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് എങ്കിൽ പിന്നീട് മാറി വരുമ്പോൾ, അത് പോർട്ട് ചെയ്ത് മാറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലായിരിക്കും ആ ഒരു സിം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മറ്റാരുടെ പേരിലുള്ള സിം ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതുപോലെ പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അതാണ് എളുപ്പ വഴി എന്ന് പറയുന്നത്. പോർട്ട് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് സിമ്മുകളിലേക്കൊക്കെ മാറാൻ വേണ്ടി സാധിക്കും. 90 ദിവസമാണ് ഒരു പോർട്ട് ചെയ്ത സിമ്മിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേരിലല്ലാത്ത സിമ്മുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ഇതുപോലെ പോർട്ട് ചെയ്ത് മാറുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരിലേക്ക് മാറിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ നെറ്റ്വർക്കിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്തുകൊണ്ട് തന്നെ പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ പേരിലല്ലാത്ത സിമ്മുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാതിരിക്കുക, മറ്റ് സംഭവങ്ങളിലൊന്നും ലിങ്ക് ചെയ്യാതിരിക്കുക. സെക്കൻഡ് സിമ്മൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കോളിങ്ങിന് മാത്രമാണെങ്കിൽ വിഷയമില്ല. ഇതുപോലെയുള്ള ബാങ്ക് അക്കൗണ്ടുമായും മറ്റ് സംഭവങ്ങളുമായിട്ടൊന്നും ലിങ്ക് ചെയ്യാതിരിക്കുക. ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട സിമ്പിൾ മെത്തേഡാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.